പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ റീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ റീഡിങ്. അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നുണ്ടോ ഈ ഒരു നിമിഷം, അവരുടെ മാനസികാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. പലപ്പോഴും പലരും വന്ന് മെസ്സേജ് ഇടുന്ന കാണുന്നുണ്ട്, ഇത് എൻ്റെ റീഡിംഗ് അല്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യവും, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന് ഫോണിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം വീഡിയോയുടെ കൂടെ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം, അതുപോലെ തന്നെ ഇതൊരു ജെൻഡർ ലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ കാണുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അപ്പോഴും വാലിഡ് ആവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറയാൻ വന്നതാണ്, നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അത് കൂടുതൽ റെസൊണേറ്റ് ആകുന്നതിന് കാരണമാകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് കാർഡ് എടുക്കാം. കാർഡ് നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെ അവർ ഒരുപാട് ചവിട്ടി അരച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരാത്ത വ്യക്തികളായിരിക്കും നിങ്ങളുടെ വ്യക്തി. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ഏത് ജെൻഡറിൽപ്പെട്ട ആളുമാവാം. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് നിങ്ങളെ അത്രത്തോളം ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്നതെന്ന് അവർ തിരിച്ചറിയുകയാണ്. അതായത് അവരുടെ നിലവിലത്തെ സാഹചര്യം, അതൊരു തേർഡ് പാർട്ടി ആകാം, ഒരു സിറ്റുവേഷൻ ആകാം, അവർ നിങ്ങളിൽ നിന്നകന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിലും അവർ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു റീബർത്ത് കാർഡുണ്ട്. അതായത് പഴയ ചിന്തകൾ വെടിഞ്ഞ്, അതായത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളിലേക്ക് വരാൻ, ഒരു പുതിയൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മാറ്റം സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. പഴയ ചിന്തകൾ വെടിഞ്ഞ് ഒഴുക്കിനൊപ്പം നീന്തുക. ഇപ്പോഴെന്താണോ നടക്കുന്നത് ആ ഒരു കാര്യത്തിനൊപ്പം നീന്തി മുന്നോട്ട് പോവുക. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലേസിനെസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ അവരിപ്പോഴത്തെ അവരുടെ റിലേഷൻഷിപ്പിലൊട്ട് ഹാപ്പി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ ആ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോ ഒട്ടും പാഷൻ അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നത്. കടുത്ത മാനസിക വേദനയാണ്, അല്ലെങ്കിൽ ഒരു പാഷനേറ്റായിട്ട് അവർക്ക് ഒരിക്കലും തോന്നില്ല. നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് തിരികെ വരാനാണ് അവർ കാര്യങ്ങൾ നീക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു ചിന്തയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ഗൈഡൻസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി മറ്റൊരാളുടെ ഒരു ഉപദേശമൊക്കെ തേടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അവർക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉപദേശമൊക്കെ തേടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ റീബർത്ത് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു ഉൾവിളി വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇൻഡ്യൂഷൻ അവരോട് ഇപ്പം പറയുന്നത് എന്താണോ അത് കേട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള അനന്തമായ സാധ്യതകൾ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരായിട്ട് അവരുടെ ജീവിതം തൊലച്ചു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങളവരെ സ്നേഹിച്ച പോലെ മറ്റാരും അവരെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ കൊടുത്ത വാല്യൂ അവർക്ക് ഇപ്പോൾ ആ ഒരു നിലവിലുള്ള ബന്ധത്തിലോ സാഹചര്യത്തിലോ ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന
ഫാമിലി ആവാം, തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന, അതായത് നിങ്ങളും അവരും ഒന്നിച്ച് ജീവിക്കുന്ന ഇഷ്ടമില്ലാത്തത് ഫാമിലി ആവാം, അവരുടെ ഫാമിലിക്കും ആവാം, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ തളച്ചിടപ്പെട്ടൊരു വ്യക്തിയെയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല എനർജി വരുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തെ ഉൾക്കൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട്, അതായത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻവിധികളോട് കൂടിയാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു മുൻവിധിയും മുൻധാരണകളും ഇല്ലാതെ നിങ്ങളിലേക്ക് വരാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ് കാർഡാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവർ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ സാഹചര്യവും തമ്മിൽ ആ ഒരു വ്യക്തി താരതമ്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അനന്തമായ സാധ്യതകൾ, അതായത് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ഉള്ള സമയത്താണ് അവർക്ക് ജീവിതത്തിൽ യഥാർത്ഥ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ അവരൊന്ന് തുറന്ന് സംസാരിക്കാറില്ല, അധികം ആൾക്കാരോട് സംസാരിക്കാറില്ല, ഒരു കാര്യവും പറയാറൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. ഒരു മുൻവിധിയോ മുൻധാരണകളോ ഇല്ലാതെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു നിങ്ങളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും നിങ്ങളെ അംഗീകരിക്കാത്തൊരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോഴവർക്ക് ആ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ നിമിഷങ്ങളും അവർ അത്രത്തോളം ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. ജീവിതത്തിൽ അവർക്ക് ഈ ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിക്കുന്നത് തന്നെ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കണക്ഷനല്ല. അതായത് അവർക്കായിട്ട് ദൈവം തന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ചിന്ത അവർ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായും. അതുപോലെ എനിക്കിവിടെ മനസ്സിലാക്കാനുള്ളത് അവരിൽ തന്നെ വിശ്വസിക്കാനും പ്രകൃതിയോട് അവരുടെ ജീവിതം അവർ നേരത്തെ ചിന്തിച്ചിരുന്നെന്ന് പറഞ്ഞാൽ കുറേ സമ്പത്താണ്, കുറേ സൗന്ദര്യമാണ് ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ കുറേ പൈസ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലുക്ക്, ഇതൊക്കെയാണ് ജീവിതം എന്നാണ് അവർ നേരത്തെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴിതൊന്നും അല്ല ജീവിതം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ജീവിതം നിങ്ങളുമായിട്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്നേഹമാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഒരു കാർഡ് ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ലാളിത്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴൊരു ആത്മവിശ്വാസം വരുന്നതായിട്ടാണ് കാണുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇന്നസെൻസ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അവരിൽ തന്നെ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നൊക്കെയാണ് കാർഡ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് കുറേ കൂടെ പ്രാധാന്യം തന്നുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിനൊരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ അവരുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഉൾവിളി എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകാനാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇത്രയും കാലം പലരുടെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധം തകർന്നു പോകാൻ പല വ്യക്തികളുടെ ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇൻഡ്യൂഷന് പ്രാധാന്യം നൽകി അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ കാര്യം ചെയ്യാനാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല വ്യക്തികളുണ്ടാവും. അതായത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും. പക്ഷേ നമ്മുടെ ചില കാര്യങ്ങൾക്ക് അഭിപ്രായം നമ്മൾക്കാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അത് ആ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ അതിൽ ഇടപെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. തീർച്ചയായിട്ടും അവരുടെ എടുത്തുചാട്ടമാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവർ നിങ്ങളെ തഴഞ്ഞു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഫാമിലി ആകാം, മൂന്നാമതൊരു തേർഡ് പേഴ്സൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആവാം, അതൊരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ മറ്റൊരു ലേഡി ആകാം, മറ്റൊരു ജെൻ്റ് ആകാം. അവരുടെ കൂടെ ആയിരിക്കും ഇപ്പോഴവർ താമസിക്കുന്നത്. കുറച്ച് വ്യക്തികൾ അങ്ങനെയുണ്ട്. കുറച്ച് വ്യക്തികൾ ഫാമിലി പറഞ്ഞ് കേട്ട് നിങ്ങളെ തഴഞ്ഞു എന്ന് തോന്നുന്ന അങ്ങനെയുള്ള വ്യക്തികളെ ഇവിടെ കാർഡുകളിൽ കാണാം. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും നാൾ ഒരു മനസ്സിലൊരു വലിയ ഭാരം കൊണ്ടാണ് നടന്നത്. കാര്യം കുറ്റബോധം എന്ന് പറയുന്ന ഭയങ്കര
ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളോട് ചെയ്തതിന് അവർക്ക് കടുത്ത പശ്ചാത്താപമുണ്ട്. കാര്യം നിങ്ങളല്ല ആ ഒരു പ്രശ്നത്തിന് കുറ്റക്കാരി കുറ്റക്കാരൻ എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അവർ മാത്രമാണ് ആ ഒരു കാര്യത്തിനൊരു ഉത്തരവാദി എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്നും വിമുക്തമാക്കി, അല്ലെങ്കിൽ മുൻധാരണകളിൽ നിന്നും വിമുക്തമാക്കി, ഒരു നിഷ്കളങ്കതയോടുകൂടി, ഒരു ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു മുൻധാരണയില്ലാതെ ഒരു പുതിയ വ്യക്തിത്വമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് അവർ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ അവരുടെ മനസ്സിലെ മുൻവിധികളും കുന്നായ്മകളും, അതായത് ആ ഒരു നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ജലസി, നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും, നിങ്ങളെ അംഗീകരിക്കാത്ത ആ ഒരു സ്വഭാവവും ഒക്കെ അവർ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ അവർ ഓരോ മൊമെൻറ്റ്സും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ നിങ്ങളുടെ മെസ്സേജൊക്കെ അവരെടുത്ത് വായിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓർമ്മകൾ ഇപ്പോഴും ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുതിയ വ്യക്തിത്വമായിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 monthsനുള്ളിൽ തീർച്ചയായിട്ടും റീകൺസിലേഷന് സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം എന്നാണ് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരു നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവും, പക്ഷേ അവരിപ്പോഴും നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ ഒഴിവാക്കിയെന്നുള്ളൊരു ചിന്ത അവരിൽ വരുന്നുണ്ട്. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള റീഡിങ്ങുകളാണ് എല്ലാം ഇത് വരുന്നത് തീർച്ചയായിട്ടും. അപ്പം ഇപ്പോഴത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുസ്സഹമായ ജീവിതമാണ്. അവിടെ കാശുണ്ടാവാം, അവിടെ എല്ലാം ഉണ്ടാവാം, പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞ കാര്യം അവർക്ക് കിട്ടുന്നില്ല. അവരാഗ്രഹിച്ച പോലെയുള്ള ഒരു പരിഗണനയോ സ്നേഹമോ ഒന്നും ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴികളെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത്. പല ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ കാർഡുകളും സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കം, അതായത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരെപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളെപ്പറ്റി തന്നെയാണ്. നിങ്ങളുടെ ഓർമ്മകൾ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള വഴി തേടുകയാണ് ആ ഒരു വ്യക്തി. പോസിറ്റീവായിട്ടിരിക്കുക, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സാണ് നോക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അത് ഷഫിൾ ചെയ്തെടുത്ത് നോക്കാം. തേർഡ് തേർഡ് പാർട്ടി ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലചക്രം തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി പല കള്ളത്തരങ്ങളും പറഞ്ഞായിരിക്കാം നിങ്ങളെ അവരിൽ നിന്ന് അകറ്റിയത്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ ഒരു ബന്ധത്തിൽ ഉടൻ തന്നെ ഒരു എൻഡ് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധത്തിൽ ആ ഒരു തേർഡ് പാർട്ടി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും. പക്ഷേ ഒരിക്കലുമല്ല. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരുപാട് കല്ലുകടി നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് മാനസിക അകൽച്ചയാണ് കാണുന്നത്. അവർ തേർഡ് പാർട്ടിയെ വീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തേർഡ് പാർട്ടി അവിടെ ഒരു മാനസിക അടുപ്പുള്ളതായിട്ട് കാണുന്നില്ല. ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താണ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ, അതായത് ഈ ഒരു വ്യക്തി അവരുടെ ബെസ്റ്റ് പെയർ ആണെന്ന് കരുതിയിരുന്ന ഈ ഒരു തേർഡ് പാർട്ടിയാണ്. പിന്നെ ഇവർ തമ്മിൽ ശക്തമായിട്ടുള്ളൊരു ഡിസയർ ഉണ്ടായിരുന്നു. ഒരു സെക്ഷുവലായിട്ടും ഒരു മെൻ്റലിയും ഫിസിക്കലി ഇവർ തമ്മിൽ ആദ്യം ഒരു ബന്ധമുണ്ട്, ഒരു നല്ല രീതിയിലുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പെട്ടെന്നൊരു തകർച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു വശീകരണം, ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തു എന്നുള്ളൊരു ചിന്ത അവരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്. അതായത് അവർ തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് പേജ് ഓഫ് സോഡ്. അവർ ദൂരെ നിന്ന് ഇവരെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓരോ മൂമെൻറ്റും കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം, ലവർ ആവാം,
റിലേഷൻഷിപ്പിലുള്ള പങ്കാളിയാവാം. അപ്പോൾ അവരുടെ ഓരോ നീക്കവും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവരിൽ ഒരു ആഘാതം സൃഷ്ടിച്ചത്. അതായത് അവരത്രത്തോളം വിശ്വസിച്ച ഒരാളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരാൾ. അവർ നല്ല രീതിയിൽ പോരുന്ന ഒരു ബന്ധമാണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന്. പക്ഷേ ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ വിതച്ചതേ കൊയ്യൂ. നിങ്ങളുടെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയ്ക്കുമൊക്കെ ഉള്ളൊരു ഫലം ഇവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അവരാകെ തകർന്നു പോയി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തകർന്നു പോയി. ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്നകന്ന് അവരുടെ നന്മയ്ക്കായിട്ട് എന്താണോ അല്ലെങ്കിൽ അവരുടെ നല്ലതിന് എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങളുടെ തത്രപ്പാടിലാണ്. അവരുടെ നല്ലതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞു. നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി കാലചക്രം തിരിയുന്നുണ്ട്. അതായത് അവർ വിതച്ചത് അവർ കൊയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം, തേർഡ് പാർട്ടി ചെയ്യുന്നതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ രണ്ടുപേരും ഇപ്പോഴും അനുഭവിക്കുകയാണ് തീർച്ചയായിട്ടും. കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അതിലൊരുപാട് നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ്. എത്രത്തോളം പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കർമ്മ തിരിച്ചടിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പോയിരുന്ന ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടവർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു തിരശീല വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇതിവിടെ ഒരു മാനസിക അടുപ്പവും അതല്ലെങ്കിൽ ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷുവലായിട്ടുള്ളൊരു അഡിക്ഷൻ അങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് തീർച്ചയായിട്ടും. ഇതൊരു വിഷലിപ്ത ബന്ധമാണ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ബന്ധമാണെന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഒരു കുടുക്കിൽപ്പെട്ട ഒരവസ്ഥയാണ് ടു ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ മാനസികമായിട്ടാകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് പ്രതീക്ഷിച്ചാണ് ആ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഒരു ജീവിതത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നകന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയത്. അവരുടെ ഫാമിലി ആവാം, പക്ഷേ അവർക്ക് അവിടെയൊക്കെ ഒരു തിരിച്ചടിയാണ് കിട്ടിയത്. അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടി. അതുപോലെ ഇവിടെ ഒരു ചാരിയറ്റ് കാർഡും വീൽ ഓഫ് ഫോർച്യൂണും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവരിപ്പോൾ എന്താണോ അവർക്ക് നല്ലതാ എന്നുള്ള ഒരു ചിന്ത, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ്. അവിടെ ഒരു സെക്ഷുവലായിട്ടുള്ളൊരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു മെൻ്റൽ കണക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അവർക്ക്. ആദ്യം അവർ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തിരുന്നൊരു ബന്ധമാണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനായിരുന്നു. തേർഡ് പാർട്ടിക്കും അങ്ങനെ തന്നെ, തേർഡ് പാർട്ടി അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും അങ്ങനെയാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഒരുപാട് കള്ളത്തരങ്ങളിലൂടെയാണ് തേർഡ് പാർട്ടി അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങളെയും അവരെയും തമ്മിൽ പിരിച്ചത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടാണെന്നുള്ളൊരു ചിന്ത അവരിൽ വന്നതായിട്ടാണ് കാണുന്നത്. അവർ കൃത്യമായിട്ടുള്ളവർക്കൊരു തെളിവ് കിട്ടിയെന്നാണ് പേജ് ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് എയ്റ്റ് ഓഫ് സോഡ്. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനങ്ങാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തി കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വികാരങ്ങളുടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ ഒരു വ്യക്തിയിൽ ഒരു പേടിയുമുണ്ട് തീർച്ചയായിട്ടും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഒരു ആഘാതം സൃഷ്ടിച്ചതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോൾ ആ ഒരു ബന്ധത്തിൽ അവർക്ക് സുഖവും സമാധാനവും കിട്ടുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ കുറച്ച് നാൾ അതൊക്കെ കിട്ടി. അതിനുശേഷം അവർക്ക് അവിടെ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. അവർ തീർച്ചയായും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത മാനസിക വേദനയിലൂടെയാണ്. ബ്ലാക്ക് മാജിക്കിലൂടെ അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് വശീകരണത്തിലൂടെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ കൈക്കലാക്കി എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വികാരങ്ങളുടെ തളർച്ചയാണ്. ഇവിടെ ഒരു മാനസിക അടുപ്പം നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലില്ല. പെട്ടെന്നുണ്ടാകുന്ന ഒരു വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ സംശയമാണ് തീർച്ചയായിട്ടും. അവർ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ഓരോ കാര്യങ്ങളും ഒരു സ്പൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു പൊട്ടിത്തെറി അല്ലെങ്കിൽ പെട്ടെന്നൊരു വിസ്ഫോടനം പോലെ ഈ ഒരു ബന്ധം തകർന്നു വീഴുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം അവർക്ക് ഇനിയും താങ്ങാനായിട്ട് വയ്യ. കാര്യം തേർഡ് പാർട്ടി ഇത്രയും നാളും ചെയ്തത് അവർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചു അവരോട് ചെയ്തതൊക്കെ.
പക്ഷേ ഇനി അവർക്കത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും വെക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരതിൽ നിന്നൊന്ന് വാക്കൗട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയും ഈ ഒരു ബന്ധം തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. അവരൊരു ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചതായിട്ടും കാണുന്നുണ്ട്. അത്രത്തോളം അവർ ആ ഒരു ബന്ധത്തിൽ വിഷമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്തു പോകാനാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ ആ ഒരു വ്യക്തി നടത്തുന്നതായിട്ടാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്നത് കരുതുന്നു. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് കാണാം. അതുപോലെ എൻ്റെ റീഡിംഗ് ഒക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. പലരും വന്ന് പറയുന്നുണ്ട് എൻ്റെ റീഡിംഗ് അല്ലെന്നൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ, നിങ്ങളുടെ ലൈഫിലേക്ക് അബ്സോർബ് ചെയ്യാവൂ. അതുപോലെ എൻ്റെ ഒരു റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒരു പ്രകാശം വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓരോ ദിവസമുള്ള ഒരു വിശ്വാസം. കുറേ ആൾക്കാർ എൻ്റെ റീഡിങ്ങിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഡെയിലി. അതുതന്നെ ഒരു വലിയ സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും പ്രചോദനം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം വീണ്ടും ആർക്കെങ്കിലും വീണ്ടും ഒരു കാര്യം പറയുകയാണ്, ആർക്കെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഓക്കെ ആയിട്ടിരിക്കുക. മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകുന്നേരം തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.